ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഈ കൊടും വേനലിനെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ഒരു അടിപൊളി ഗ്ലാസ് ക്രീമി പുഡിംഗ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ 2 കരിക്കാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 2 കരിക്കിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഗ്ലാസ് പോലെ സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ അഗർ അഗർ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് 2 കരിക്കിന് 2 ടീസ്പൂൺ എന്ന അളവിലാണ്. പിന്നെ പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. അതായത് കരിക്കിൻ വെള്ളം ചൂടാക്കിയിട്ട് അതിലിതെല്ലാം കൂടി മിക്സ് ചെയ്ത് തിളപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് മധുരം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് നമുക്ക് ഈ ഗ്ലാസ് പോർഷൻ പ്രിപ്പയർ ചെയ്യാം. ഇനി ഇതിലെ ക്രീം പാർട്ട് റെഡിയാക്കാനായി അമൂൽ ഫ്രഷ് ക്രീം 1/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 45 ഗ്രാംസ് വരുന്ന ഒരു മിൽക്കി ബാറും എടുത്തിട്ടുണ്ട്. ആദ്യം ഫ്രഷ് ക്രീം ഒന്ന് ചൂടാക്കുക, അതിലേക്ക് മിൽക്കി ബാർ ചേർത്ത് ഇളക്കുക. അപ്പോൾ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് പോലെ ആയി കിട്ടും. ഇത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. പിന്നെ ചോക്ലേറ്റിൻ്റെ ബാറ് കുറച്ചുകൂടി വേണമെങ്കിലൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിലാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതുപോലെ ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുക്കണം. ഇനി കരിക്കാണ് വേണ്ടത്. കരിക്കിൻ്റെ ഫ്ലഷ് പോർഷൻ എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കണം. അത്യാവശ്യം കട്ടിയുള്ള കരിക്കായാലും പ്രശ്നമില്ല. എന്നാൽ നമുക്ക് നല്ല ക്രീമി ആയിട്ട് നമുക്ക് ആ ഒരു ക്രീം പാർട്ട് വരും. അല്ലാതെ വളരെ തിന്നായിട്ടുള്ള ഫ്ലഷ് ആണെങ്കിൽ നമുക്ക് ഇത് കറക്റ്റായിട്ട് വരില്ല കേട്ടോ. ഇതുപോലെ കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. അരച്ചെടുത്ത കരിക്ക് പേസ്റ്റ് ഞാനൊരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അടുത്തതായി ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാൻ മിഠായി മീറ്റാണ് ഞാനിവിടെ ചേർക്കുന്നത്. അത് ഏതാണ്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് ഈ ഒരു അരച്ച പേസ്റ്റുമായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു പുഡിങ്ങിൽ വേറെ പഞ്ചസാരയായിട്ടൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ മിൽക്കി ബാറിൻ്റെ മധുരവും അതുപോലെ ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മധുരമൊക്കെയാണ് ഈ ഒരു പുഡിങ്ങിന് മധുരം നൽകുന്ന ഏജൻസ്. അല്ലാതെ നമ്മൾ എക്സ്ട്രാ മധുരം വേറെ ചേർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു മൈൽഡ് മധുരമുള്ള, അതായത് ഒരു കൂടി കുത്തുന്ന മധുരം ഒരിക്കലും ഈ പുഡിങ്ങിന് ഉണ്ടാവില്ല. കഴിക്കാൻ നല്ല സുഖമുള്ള ഒരു പുഡിങ്ങാണ്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചില്ലേ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്, അത് ഇതിലേക്ക് ചേർക്കുന്നു. ഇനിയെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്യാം. ഇതാണ് ഇതിലെ ക്രീം പോർഷൻ. ഇതിൽ വേറെ എസൻസോ ഒന്നും ചേർക്കരുത് കേട്ടോ. ഇനി ഇത് 2 മണിക്കൂർ തണുപ്പിക്കാനായി ഫ്രിഡ്ജിലേക്ക് മാറ്റണം. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഞാൻ ചേർക്കുമ്പോൾ പകുതിയായിട്ടാണ് എപ്പോഴും ചേർക്കാറുള്ളത്. ആദ്യം കുറച്ച് ചേർത്ത് ഇളക്കുന്നു, പിന്നെ അടുത്ത പകുതി കൂടി ചേർത്ത് ഇളക്കുന്നു. അപ്പോൾ നല്ലപോലെ മിക്സ് ആവും എല്ലാ ഭാഗവും ഒരുമിച്ച്. കരിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വേനൽക്കാലത്ത് ഇത്രയും നല്ല ഒരു റീഫ്രഷ്മെൻ്റ് ഇല്ല അല്ലേ. കരിക്ക് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ നിർജ്ജലീകരണം തടയും, നല്ലൊരു ഉന്മേഷം പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ നിറയെ പൊട്ടാഷ്യം, കാൽഷ്യം, ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ദഹനത്തിനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സൗന്ദര്യ സംരക്ഷണത്തിനും പ്രമേഹ നിയന്ത്രണത്തിനും വെയിറ്റ് ലോസിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങൾ അതിലടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ ഫുഡിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. വേനൽക്കാലത്ത് എല്ലാവരും ആശ്രയിക്കുന്ന ഒരു റീഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് തന്നെയാണ്. അത് നാച്ചുറലി റീഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് ഈ കരിക്ക്. സോ കരിക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ മോഡിഫൈഡ് വേർഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇഷ്ടത്തോടെ കുറച്ചുകൂടി ആസ്വദിച്ച് നമുക്ക് കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ പുഡിങ്ങിൻ്റെ ക്രീം പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്ലാസ് പാർട്ട് റെഡിയാക്കാം. അതിനായിട്ട് നേരത്തെ നമ്മൾ കുറച്ച് കരിക്കിൻ വെള്ളവും പഞ്ചസാരയും അകാരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇത് നമുക്ക് ചൂടാക്കണം. അതായത് ആദ്യം കരിക്കിൻ വെള്ളം തിളപ്പിക്കണം. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും 2 സ്പൂൺ അകാറും ചേർത്ത് തിളപ്പിച്ച് അരിച്ചെടുത്ത മിശ്രിതം ഇതുപോലൊരു ജാറിലാക്കി ഫ്രിഡ്ജിൽ 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കുക. 2 മണിക്കൂറിന് ശേഷം ഇതുപോലെ സെറ്റായിട്ട് കിട്ടും. മുകളിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തെടുത്ത ശേഷം കത്തി വെച്ച് നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ഇതെങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം, പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഭംഗിയായിട്ട് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്യും. അപ്പോൾ ശരിക്കും ഗ്ലാസ് പീസസ് പോലെ ഉണ്ടാവും. ഇതുപോലെ ജെല്ലി ആയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും അഗർ പൗഡറാണ് പ്രിഫർ ചെയ്യാറുള്ളത്. ചൈന ഗ്രാസും ജെലാറ്റിൻ പൗഡറൊക്കെ ഞാൻ വളരെ കുറച്ച് യൂസ് ചെയ്യാറുള്ളൂ. ഇത് തന്നെയാണ് മെയിനായിട്ടും യൂസ് ചെയ്യുക. കാരണം ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മുടെ ആ ഒരു സെറ്റ് ചെയ്ത സംഭവം അങ്ങനെ ഷേപ്പൊന്നും മാറാതെ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഗർ പൗഡർ കിട്ടുകയാണെങ്കിൽ അത് തന്നെ വെച്ച് ഇങ്ങനത്തെ റെസിപ്പീസ് ചെയ്യാനായിട്ട് ശ്രമിക്കൂ കേട്ടോ. കണ്ടോ, നല്ല ഗ്ലാസ് പോലെ വന്നിട്ടുണ്ട് അല്ലേ. ഇത് കുറേ നേരം പുറത്തിരുന്നാലും ഇതിൻ്റെ ടെക്സ്ചറോ ഷേപ്പോ ഒന്നും മാറില്ല കേട്ടോ. തണുപ്പ് കുറച്ച് മാറും എന്നല്ലാണ്ട് ബാക്കിയെല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻഡ് ആയിരിക്കും.
അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനും അതുപോലെ തന്നെ കഴിക്കാനും. സോ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ എൻ്റെ കയ്യിലിങ്ങനെ എടുക്കുമ്പോൾ എനിക്കിങ്ങനെ ശരിക്കും എന്തോ ഒരു സന്തോഷമാണെന്ന് അറിയാം, ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ കറക്റ്റ് ആ ഷേപ്പൊക്കെ കാണുമ്പോൾ. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീം പോർഷനില്ലേ, അത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ല തണുത്ത് വരും. അതുപോലെ തന്നെ ഈ ഗ്ലാസ് പോർഷനും നല്ല തണുപ്പോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത്, ഓൾറെഡി സെറ്റായിട്ട് ഇരിക്കുകയാണല്ലോ. ഇനി നമ്മളിത് സെർവ് ചെയ്യാണ്. ഒരു സെർവിങ് ബൗളിൽ ആദ്യം കുറച്ച് ഗ്ലാസ് പോർഷനും അതിന് മുകളിൽ ക്രീം പോർഷനും ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിംഗ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പാകത്തിന് മധുരവും വളരെ നാച്ചുറലായിട്ടുള്ള ടേസ്റ്റുമായിട്ടുള്ള ഈ ഒരു പുഡിംഗ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പലരും ഈ പുഡിംഗ് ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷെ ഞാനിവിടെ എൻ്റെ വേർഷനാണ് ഞാൻ കാണിച്ചത്. ഇതിലെ ആ ക്രീം പോർഷനില്ലേ, അത് ബാലൻസ് വരികയാണെങ്കിൽ ഞാനത് ഫ്രീസറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് കൂടുതൽ നേരം ഫ്രീസ് ചെയ്തിട്ട് ഐസ്ക്രീം പോലെ യൂസ് ചെയ്യാറുണ്ട്. അതും നല്ല ടേസ്റ്റാണ്, വളരെ ഹെൽത്തി അല്ലേ. കാരണം വളരെ കുറച്ച് ക്രീമാണ് യൂസ് ചെയ്യുന്നത്, കൂടുതൽ ടെൻഡർ കോക്കനട്ട് തന്നെയാണ് അതിൽ വരുന്നത്. അപ്പോൾ നമുക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ വളരെ ധൈര്യമായി കഴിക്കാം. നല്ല കൂളിംഗ് എഫക്റ്റുള്ള, നല്ല റീഫ്രഷ്മെൻറ്റ് തരുന്ന ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഇപ്പോൾ ഉള്ള ചൂടിന് നമുക്ക് പ്രതിരോധിക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. ഇതുപോലെ ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീംസും ഇതേ പുഡിങ്ങിൻ്റെ സെറ്റിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ കേട്ടോ. ഈ റെസിപ്പി ട്രൈ ചെയ്ത് എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.